2024 കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മനുഷ്യഹൃദയങ്ങളെ ആഴത്തിൽ തൊട്ട ഒരു ദുരന്തമായി മാറി. ആ ദുരന്തത്തിന്റെ വേദനയിൽ മുങ്ങിയ നാടിനൊപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ കോടിക്കണക്കിന് രൂപയും അനവധി സഹായങ്ങളും നാട്ടിലേക്ക് ഒഴുകിയെത്തി. വിദേശ രാജ്യങ്ങളിലെ പ്രവാസികളും വ്യവസായികളും മതസംഘടനകളും എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ രംഗത്തെത്തി. എന്നാൽ ഇന്ന് ഉയരുന്ന ചോദ്യം അതീവ ഗൗരവമുള്ളതാണ്. ഈ വൻ സഹായധനം മുഴുവനായും ദുരന്തബാധിതരിലേക്ക് എത്തിച്ചോ അതോ അതിന്റെ വിനിയോഗത്തെ ചുറ്റിപ്പറ്റി ഗുരുതരമായ അനിശ്ചിതത്വങ്ങളുണ്ടോ? ദുരന്തത്തിന് പിന്നാലെ ഗവൺമെന്റ് ഓഫ് കേരള രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് മാത്രം ഏകദേശം 788 കോടി രൂപ ലഭിച്ചുവെന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൽ നിന്നായി ഏകദേശം 400 കോടി രൂപയും ലഭിച്ചുവെന്നതാണ് വിമർശകർ പറയുന്നത്. ഇങ്ങനെ 1000 കോടിയിലധികം രൂപ സഹായമായി എത്തിയിട്ടും ആ തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ കൂടുതൽ വ്യക്തത വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. ദുരന്തത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരും സാമൂഹിക സംഘടനകളും വലിയ തോതിൽ സഹായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. സൗജന്യ ഭക്ഷണ വിതരണം മുതൽ അടിയന്തര സഹായങ്ങൾ വരെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു. എന്നാൽ പിന്നീട് ഈ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം കേന്ദ്രീകരിക്കപ്പെട്ടുവെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന ആരോപണം ഉയരുന്നു. സ്വതന്ത്ര സന്നദ്ധ പ്രവർത്തകരെ പരിമിതപ്പെടുത്തുകയും സഹായ വിതരണത്തിൽ കേന്ദ്രീകൃത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തുവെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളും വ്യവസായികളും നേരിട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും അതിന് സർക്കാർ അനുമതി നൽകിയില്ലെന്ന ആരോപണവും ഉയരുന്നു. ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാനുള്ള ഈ ശ്രമങ്ങൾ തടഞ്ഞുവെന്നാണ് വിമർശകർ പറയുന്നത്. പുനരധിവാസത്തിന്റെ ഭാഗമായി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ ഉയരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം 178 വീടുകൾ പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയും താക്കോൽ ദാനം നടത്തിയതായും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒരു വീട് പോലും പൂർണ്ണമായി കൈമാറിയിട്ടില്ലെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ചില വീടുകളിൽ ഗുണനിലവാര പ്രശ്നങ്ങളും വിള്ളലുകളും ഉണ്ടായതായി പരാതികൾ ഉയർന്നതോടെ ഈ വിഷയം കൂടുതൽ ചർച്ചയായി മാറി. ഈ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ വ്യക്തികൾക്ക് സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്ന ആരോപണങ്ങളും ചില ഭാഗങ്ങളിൽ നിന്നുയരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെലവഴിച്ച തുകയുടെ കണക്കുകൾ സംബന്ധിച്ചും വിവാദങ്ങൾ ഉയരുന്നു. ഏകദേശം 50 മുതൽ 60 കോടി രൂപ വരെ ചെലവഴിച്ച പദ്ധതിയെ നൂറുകണക്കിന് കോടികളുടെ പദ്ധതിയായി പ്രചരിച്ചുവെന്ന ആരോപണമാണ് ഉയരുന്നത്. ദുരന്ത സഹായം തന്നെ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്ന വിമർശനവും ശക്തമാണ്. എന്നാൽ ഈ എല്ലാ ആരോപണങ്ങളും സർക്കാർ ശക്തമായി നിഷേധിക്കുന്നു. സർക്കാരിന്റെ വാദപ്രകാരം എല്ലാ ഫണ്ടുകളും കൃത്യമായ ഓഡിറ്റിന് വിധേയമാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തെറ്റായ കണക്കുകളും ആരോപണങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കപ്പെടുന്നവയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 1000 കോടിയിലധികം രൂപയുടെ വിനിയോഗം സംബന്ധിച്ചുള്ള വ്യക്തതയും സുതാര്യതയും ആവശ്യപ്പെട്ട് ശബ്ദങ്ങൾ ഉയരുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്ന് കണ്ടെത്താൻ വിശ്വാസ്യതയുള്ള അന്വേഷണങ്ങളും തുറന്ന കണക്കുകളും നിർണായകമാണ്. അതുവരെ ദുരന്തബാധിതരുടെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുക എന്നതാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ.